വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് വിജയത്തെ ബാധിക്കില്ലെന്നാണ് മുന്നണികളുടെ അവകാശവാദം. മുൻ വർഷത്തേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ UDF-ന് ഉണ്ടാകുമെന്ന് ടി സിദ്ദീഖ് MLA പറഞ്ഞു. പോളിംഗ് ശതമാനം കുറയാൻ കാരണം രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കാതെ UDF നടത്തിയ പ്രചാരണമെന്ന് വയനാട് LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയും പറയുന്നു. ദീപക് തർമ്മണം വയനാട്ടിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ദീപക്, വിശദാംശങ്ങൾ. SKN രാവിലെ പ്രിയങ്ക ഗാന്ധി നമുക്ക് അനുവദിച്ച ആ ചെറു അഭിമുഖത്തിൽ ഞാൻ സ്പെസിഫിക്കായി ചോദിച്ച ചോദ്യം, വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളുണ്ട്, ക്ഷമിക്കണം, അതുകൊണ്ട് തന്നെ താങ്കൾ അങ്ങയുടെ സഹോദരനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലാണോ വിജയിക്കുക എന്നുള്ളതായിരുന്നു. എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? അപ്പോൾ പറഞ്ഞത്, എനിക്ക് അത്തരത്തിലുള്ള പ്രതീക്ഷകളില്ല, വയനാട്ടിലെ ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, അവരെന്താണോ തീരുമാനിക്കുന്നത് അതാണ് എനിക്കുചിതമെന്നാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലെ വലിയ കുറവ് 64.71 ശതമാനത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് 80% പോളിംഗ് ആയിരുന്നു ആദ്യം രാഹുൽ ഗാന്ധി ഒന്നാം ഘട്ട മത്സരം, അത് കഴിഞ്ഞ് അത് 73-ലെത്തി, ഇപ്പോൾ 64.71. ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് മുൻ കണക്കുകൾ പരിശോധിച്ചാലും സാധാരണ നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിലും അത് UDF-ന് പ്രതികൂലം തന്നെയാണ്. ഒരുപക്ഷെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സഹോദരനേക്കാൾ വർദ്ധിത ഭൂരിപക്ഷത്തിൽ ഡൽഹിയിലേക്ക് പ്രിയങ്ക ഗാന്ധി പോകുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ UDF ക്യാമ്പ് ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ടി സിദ്ദീഖ് MLA ആ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവമായുണ്ടായിരുന്ന സിദ്ദീഖ് വളരെ കൃത്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മറ്റൊന്ന്, സത്യൻ മൊകേരി ഇടതുമുന്നണി സ്ഥാനാർത്ഥി, ആ മണ്ണിൻ്റെ മണം കൃത്യമായി അറിയാവുന്നൊരു കർഷക നേതാവാണ്. അദ്ദേഹം പറയുന്നത് UDF-നെതിരായ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വരുന്നു, അത് കഴിഞ്ഞ് രാജിവെച്ച് MP ആയതിനു ശേഷം രാജിവെക്കുന്നു, സഹോദരി അയക്കുന്നു, ഇതിലെതിരായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധ വോട്ടാണ് ഈ വോട്ട് ശതമാനത്തിലെ ചോർച്ച. BJP-യുടെ നവ്യ ഹരിദാസ് പറഞ്ഞത് BJP കൃത്യമായി അവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കി എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, കാടടച്ചുള്ള പ്രചരണമായിരുന്നു. ഈ പതിതാളത്തിൽ തുടങ്ങി വലിയ രീതിയിലേക്കുള്ള ആവേശത്തിലേക്ക് ഇലക്ഷൻ്റെ താളം മാറി. പക്ഷേ ആ പ്രചരണങ്ങളൊന്നും സാധാരണ ജനങ്ങളെ കൃത്യമായി പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാൻ ഉപകരിച്ചില്ല. ദേശീയ നേതാക്കൾ വന്ന് റാലികളും റോഡ് ഷോയും നടത്തിയത് കൊണ്ടൊന്നും ജനം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇനിയുള്ള ബൂത്ത് തിരിച്ചുള്ള കണക്കുകളൊക്കെ വരുമ്പോൾ UDF കേന്ദ്രങ്ങളിലും LDF കേന്ദ്രങ്ങളിലും എങ്ങനെ മാറ്റം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഡീറ്റെയിലേക്ക് പ്രാദേശിക തലത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് UDF കോട്ടകളിലാണ് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ലീഗ് കോട്ടകളിലെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്നുള്ള വിവരവുമാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വരുന്നതേയുള്ളൂ. പക്ഷേ ഏതായാലും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നു, വലിയ കാടിടക്കിയുള്ള പ്രചരണം, മലമടക്കുകളെ ആവേശം കൊള്ളിച്ച പ്രചരണം കൊണ്ടൊന്നും ജനം കൃത്യമായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. 6 വർഷം മുമ്പുള്ള 80% പോളിംഗിൽ നിന്നും ഇപ്പോൾ 64.71, 65% തികയ്ക്കാത്ത പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മളോട് 24-നോട് ഇന്ന് ചുരത്തിൽ വെച്ച് സംസാരിക്കുമ്പോൾ അവർ പ്രതികരിച്ചത്, ഞാൻ അത്തരമൊരു പ്രതീക്ഷയിലല്ല, അതായത് വർദ്ധിത ഭൂരിപക്ഷം ഉണ്ടാക്കുക, സഹോദരൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്ന പ്രതീക്ഷയിലല്ല എന്നുള്ളതാണ് 24-നോട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് UDF-ന് അത്രമേൽ വലിയ പ്രതീക്ഷ നൽകുന്നതല്ല കണക്കുകൾ. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.